ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 100-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മറ്റു കക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകളിൽ വരെ ഏർപ്പെട്ടും കഴിഞ്ഞു. ഇവിടെ ബിജെപിക്ക് ആരുമായും കാര്യമായ ചർച്ചകൾ നടത്തേണ്ടതില്ല. ആവശ്യമുള്ള സീറ്റുകൾ കൈയിൽ വെച്ചതിനു ശേഷം മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഘടകകക്ഷികൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണ് ബിജെപിയുടെ രീതി. എന്തായാലും ഫെബ്രുവരിയിൽ ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിലെ 1-ാം ഭാഗം പുറത്തുവിടും എന്നാണ് അറിയിക്കുന്നത്. 100 പേരുടെ അന്തിമ പട്ടിക തയ്യാറായും കഴിഞ്ഞു. ഇനി ഇത് അവതരിപ്പിക്കുകയാണ് ബിജെപിയുടെ രീതി. 70 പൂർത്തിയായ നേതാക്കന്മാരോട് മാറി നിൽക്കാനാണ് ബിജെപി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗിന്റെ സാധ്യതകളെ കുറിച്ചാണ്. ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്നാഥ് സിംഗിനെ മാറ്റി നിർത്തുവാനുള്ള നീക്കമാണ് ബിജെപി നടത്തുന്നത്. പ്രായപരിധി കടന്നുവെന്ന് കാണിച്ചാണ് രാജ്നാഥ് സിംഗിനെ വെട്ടിയിരിക്കുന്നതും. 70 വയസ്സ് എന്ന പ്രായപരിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇളവ് നൽകുമ്പോഴാണ് മോദിക്കൊപ്പം തന്നെ സീനിയോറിറ്റി ഉള്ള രാജ്നാഥ് സിംഗിനെ മാറ്റി നിർത്തുന്നത്. 1-ാം മോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രി പദവി വഹിച്ച രാജ്നാഥ് സിംഗ് 2-ാം മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയുടെ കുപ്പായമാണ് അണിഞ്ഞത്. ബിജെപിയുടെ കേന്ദ്ര സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന രാജ്നാഥ് സിംഗ് പിന്നീട് ആ പദവിയാണ് അമിത് ഷായ്ക്ക് കൈമാറിയത്. ഇതോടെയാണ് ബിജെപിയിൽ അമിത് ഷാ കരുത്തനായി മാറിയത്. 2-ാം മോദി സർക്കാരിൽ ആഭ്യന്തരം അമിത് ഷാ കൊണ്ടുപോയപ്പോൾ പ്രതിരോധത്തിലേക്ക് രാജ്നാഥ് സിംഗ് മാറി. ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ അമിത് ഷായുടെ പ്രാധാന്യം കൂടുതൽ ഉയർത്താനാണ് രാജ്നാഥ് സിംഗിനെ കൂടി മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തുന്നത്. കേരളത്തിലെ തൃശൂരിൽ സുരേഷ് ഗോപിയെയും സ്ഥാനാർത്ഥിയായി ആദ്യ പട്ടികയിൽ തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. 543-ൽ 400 സീറ്റിലും വിജയിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ട് വൻ പദ്ധതികളുമായി ബിജെപി സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റു പാർട്ടികളുടെ നേതാക്കളെയും എംപിമാരെയും സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ അടവും പയറ്റാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. ചൊവ്വാഴ്ച നടന്ന സുപ്രധാന യോഗത്തിൽ ബിജെപി അധ്യക്ഷൻ JP നദ്ദ പാർട്ടി ജനറൽ സെക്രട്ടറിമാർക്ക് ഇതടക്കമുള്ള ചുമതലകൾ നൽകിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് സ്വാധീനമുള്ള നേതാക്കളെയും സിറ്റിംഗ് എംപിമാരെയും ബിജെപിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകൾ ഈ സമിതി പരിശോധിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് 70 വയസ്സ് മാർഗരേഖയടക്കം ബിജെപി കൊണ്ടുവരുന്നത്. നിലവിൽ 75 വയസ്സ് കഴിഞ്ഞവരെ മോദി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനായിരുന്നു മോദിയുടെ ആ നീക്കമെന്ന് അന്ന് ആക്ഷേപവും ഉയർന്നിരുന്നു.